പരമേശ്വർജിയുടെ നവതി ആഘോഷം ആവേശമായി കൊണ്ടാടുന്ന ജനതയ്ക്ക് മുന്നിൽ ആത്മസുഹൃത്ത് എം.എ. കൃഷ്ണന് പങ്കുവയ്ക്കാനുള്ളത് പരമേശ്വർജിയുടെ ആശയങ്ങൾ സമ്മാനിച്ച ലക്ഷ്യബോധവും ആവേശവും. 1947 തിരുവനന്തപുരം പുത്തൻചന്തയിലെ ശാഖയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ തുടങ്ങിയ പരിചയം ജീവിതത്തിലെ സമാനതകളില്ലാത്ത ആത്മബന്ധമായി മാറിയ കഥയാണ് എം.എ. കൃഷ്ണൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പുതിയ തലമുറയ്ക്ക് പരമാവധി പകർന്നു നൽകുകയാണ് പരമേശ്വർജിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ നവതി സമ്മാനമെന്ന് എം.എ. സാർ പറഞ്ഞു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുതിർന്ന പ്രചാരകൻ, കേസരിയുടെ മുൻ പത്രാധിപർ, കേരളത്തിലെ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യം, ഇങ്ങനെ നീളുന്ന വിശേഷണങ്ങൾ ഒരുപോലെ യോജിക്കുന്നവരാണ് ഉറ്റമിത്രങ്ങളിയായ പരമേശ്വർജി എന്ന പി പരമേശ്വരനും എം.എ. സാർ എന്നറിയപ്പെടുന്ന എം.എ. കൃഷ്ണനും. ഉജ്ജ്വല വാഗ്മിയും എഴുത്തുകാരനുമായ പരമേശ്വർജിയെ ആത്മസുഹൃത്തായ എം.എ. സാർ കാണുന്നത് തനിക്ക് ലക്ഷ്യബോധം പകർന്നു നൽകിയ ഒരു ഗുരുവായി കൂടിയാണ്. ബാലഗോകുലം എന്ന് പറയുന്ന ഒരു കുട്ടികളുടെ പങ്ക്തി പരമേശ്വർജി തുടങ്ങിയിരുന്നു. അതിനെ ഞാൻ അതൊരു സംഘടനയാക്കി മാറ്റി. അപ്പോൾ പരമേശ്വർജി തുടങ്ങി വയ്ക്കുക, പരമാവധി അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന കാര്യം എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വിവാദമായേക്കാവുന്ന ലേഖനമോ പ്രസ്താവനയോ തയ്യാറാക്കിയാൽ എത്ര തിരക്കിലായിരുന്നാലും തന്നോട് അഭിപ്രായം ചോദിക്കാനും ചർച്ച ചെയ്യാനും പരമേശ്വർജി തയ്യാറായിട്ടുള്ളത് ഞങ്ങളുടെ മനസ്സും ചിന്തകളും അത്രത്തോളം യോജിച്ചിരിക്കുന്നതിനാലാണെന്നാണ് എം.എ. സാറിന്റെ വിലയിരുത്തൽ. അതായത് പരമേശ്വർജിയെ അറിയാൻ എനിക്ക് കഴിഞ്ഞു, എന്നെ അറിയാൻ പരമേശ്വർജിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ സത്യം, വേറൊന്നുമില്ല. നവകേരളം എന്ന സ്വപ്നം നെഞ്ചിലേറ്റി കഴിയുന്ന പരമേശ്വർജിക്ക് നവതി സമ്മാനമായി അദ്ദേഹം മുന്നോട്ട് വെച്ച കേരള നവോത്ഥാന ആശയങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് വേണ്ടതെന്നാണ് പരമേശ്വർജിയെ ഏറ്റവും അധികം അടുത്തറിഞ്ഞിട്ടുള്ള എം.എ. സാറിന്റെ അഭിപ്രായം. ക്യാമറാമാൻ ശ്യാംദാസിനൊപ്പം സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. ഡൽഹിയിലെ സാമൂഹിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന പി പരമേശ്വർജി 1982 നവോദയം എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. സാമൂഹിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന നവോദയം ഇന്നൊരു പ്രമുഖ സാംസ്കാരിക സംഘടനയായി